ഡെവിൾസ് ലവ് രചന നന്ദന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ആൾ പറഞ്ഞ പോലെ മറ്റെന്തൊക്കെ പുറത്താലും 22 വർഷം അവളുടെ കുഞ്ഞിനെ അവളിൽ നിന്ന് അകറ്റി നിർത്തിയത് അവൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നല്ല. തന്റെ വീട്ടുകാരാണ് അത്രയും വലിയൊരു തെറ്റ് അവളോട് ചെയ്തെങ്കിലും താനൊന്ന് സ്ട്രോങ് ആയി നിന്നിരുന്നെങ്കിൽ, അവളൊന്ന് വിശ്വസിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. തങ്ങൾക്കൊരിക്കലും തങ്ങളുടെ പൊന്നുമോളം നഷ്ടമാവില്ലായിരുന്നു. അവൾ മറ്റൊരാളുടെ മകളായി വളരില്ലായിരുന്നു. അയാൾ മനസ്സിലോർത്തുകൊണ്ട് അവരിരുവരെയും മാറി മാറി നോക്കി നിന്നു. തനുവിനെ നോക്കുന്ന അവന്റെ കണ്ണിൽ വാത്സല്യം നിറഞ്ഞു നിന്നു. ഒന്ന് ചേർത്ത് പിടിക്കാനോ അധികാരത്തോടെ ആ നെറുകയിലൊന്ന് ചുംബിക്കാനോ അവകാശമോ അർഹതയോ ഇല്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവരിരുവരെയും കണ്ണിലും മനസ്സിലും നിറച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സൂര്യൻ പോകുന്നത് നോക്കിയുന്ന ദത്തനും തനുവിനെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ബാൽക്കണിയിലെ റെയിലിംഗിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയുന്ന ദത്തന്റെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. അവന്റെ മനസ്സിൽ നിറയെ തനുവിന്റെ വാക്കുകൾ മാത്രമായിരുന്നു. അവൾ തന്നെ വിട്ടു പോകുന്നു എന്ന ചിന്ത പോലും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നി. എന്നെ വിട്ടു പോകാൻ നിനക്ക് കഴിയോ തനു? നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കൊരിക്കലും കഴിയില്ലെന്ന് നിനക്കറിയില്ലേ പെണ്ണേ? അവൻ മനസ്സിലാതെ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദത്ത പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെയും ഗൗരിയെയും കണ്ടതും അവനൊന്നും മിണ്ടാതെ തിരിഞ്ഞു. വിഷ്ണു പതിയെ അവന്റെ അരികിലേക്ക് വന്ന് അവന്റെ തോളിലൂടെ കൈയിട്ട് നിന്നു. നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോടാ? എന്തിന്? ഞങ്ങൾ കാരണല്ലേ തനു? വിഷ്ണു അർത്ഥോഗതിയിൽ നിർത്തിക്കൊണ്ട് അവനെ നോക്കി. നിങ്ങളോ? അതിന് നിങ്ങളെങ്ങനെ കാരണക്കാരാവും? അവളെന്നെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഞാൻ തന്നെയാ. എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവളെ ഞാൻ ഒരിക്കലും ദേവപുത്രം ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൻ്റെ തെറ്റ് തന്നെയാ. അവൾ പറഞ്ഞ പോലെ മറ്റെന്തൊക്കെ അവൾ മറന്നാലും ഇത് മാത്രം അവൾ മറക്കില്ല. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. ദത്തേട്ടാ, തനുവിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ആ നേരത്തെ ടെൻഷനും വിഷമത്തിനിടയിൽ ഞാൻ ആ കുട്ടിയുടെ എന്തൊക്കെയോ പറഞ്ഞു. ഒരുപക്ഷെ എന്റെ സംസാരമായിരിക്കാം ആ കുട്ടി അത്രയും പ്രകോപിതയാക്കിയത്. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോലും അങ്ങനെ പ്രവർത്തിക്കും. വിഷ്ണുവേട്ടൻ്റെ കൂടെ മറ്റൊരു പെണ്ണിനെ കണ്ട ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെന്നറിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറിയാലും. ഗൗരി പറഞ്ഞു കേട്ട് ദത്തിന് വാടി പുഞ്ചിരി മറുപടിയായി നൽകി. ഏയ്, അതൊന്നും വേണ്ട ഗൗരി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനും ഇല്ലെന്നും നീ വിഷ്ണുവിൻ്റെ പ്രണയാണെന്നൊക്കെ അവൾക്കും അറിയാം. ഇതിപ്പോൾ അവളുടെ അമ്മയ്ക്ക് വേണ്ടിയാ പോകുന്നു. പിന്നെ എന്നോട് ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ടും. പോയിക്കോട്ടെ, അവളുടെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ഈറനായി. വിഷ്ണു ഒരു ആശ്വാസത്തിനെന്ന പോലെ അവന്റെ തോളിൽ പതിയെ തട്ടിക്കൊടുത്തു. രേവതിയുടെ കൈ പിടിച്ച സ്റ്റെപ്പുകൾ ഇറങ്ങി വന്ന തനു ഹാളിരിക്കായിരുന്ന എല്ലാവരെയും നോക്കി. അവളുടെ കണ്ണുകൾ ശ്രീദേവിയെയും രാജശേഖരനെയും രാജേശ്വരിയെയും കടന്ന് ഏറ്റവും പിന്നിലായി നിന്ന സൂര്യന്റെയും ദത്തിന്റെയും മുഖത്ത് തങ്ങി നിന്നു. അവൾ തിരിഞ്ഞ് തലകുനിച്ച് നിൽക്കുകയായിരുന്ന രേവതിയെ നോക്കി. അവളുടെ കയ്യിൽ നിന്ന് തന്റെ കൈകൾ വേർപ്പെടുത്തിക്കൊണ്ട് തനു സൂര്യന്റെ അരികിലേക്ക് നടന്നു. തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന തന്റെ പൊന്നുമോളെ സൂര്യൻ ഒരു നിമിഷം നോക്കി നിന്നു. എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്റെ പൊന്നുമോളാണ്. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അയാളിൽ അച്ഛൻ അതിയായ ആഗ്രഹം തോന്നി. എങ്കിലും അവൾക്കത് ഇഷ്ടമായില്ലെങ്കിലും എന്ന് കരുതി അയാൾ സ്വയം നിയന്ത്രിച്ച് നിന്നു. അവളിലെ വെറുപ്പ് നിറഞ്ഞ നോട്ടം കാണാൻ കഴിയാത്ത പോലെ അയാൾ മുഖം കുനിച്ച് നിന്നു. അച്ഛാ. തനുവിന്റെ അച്ഛ എന്ന് വിളി കേട്ടതും സൂര്യൻ ഞെട്ടലോടെ അവളെ മുഖമുയർത്തി നോക്കി. തന്റെ മകൾ തന്നെ അച്ഛ എന്ന് വിളിച്ചിരിക്കുന്നു. അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മോളെ, ഒന്നുകൂടി അങ്ങനെ വിളിക്കാമോ മോളെ? അവൻ അവളുടെ ഇരുകവളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇടർച്ചയോടെ ചോദിച്ചു. അച്ഛാ. ഒരു നിമിഷം അവനെ നോക്കിയതിനു ശേഷം അവൾ വീണ്ടും വിളിച്ചതും അയാൾ അവൾ തന്നെ നെഞ്ചോട് ചേർന്ന് പൊതിഞ്ഞു പിടിച്ചു. അച്ഛന്റെ പൊന്നു മോളെ. അവൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അവനവളുടെ മുഖമുയർത്തി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അച്ഛൻ തന്റെ മകൾക്ക് ആദ്യമായി നൽകുന്ന സ്നേഹ ചുമ്മനും. ആ കാഴ്ച കണ്ടിരുന്നവരുടെ എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. രേവതി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുഖം തിരിച്ചു നിന്നു. എങ്കിലും അവളിലും സന്തോഷം തന്നെയായിരുന്നു. ഒരു നിമിഷം അങ്ങനെ നിന്ന ശേഷം സൂര്യൻ അവളെ തന്നെ നെഞ്ചിൽ നടത്തി മാറ്റി. മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? അയാൾ ചോദിച്ചതിന് മറുപടിയായി അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. അയാൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ശേഷം അവരെ തന്നെ നോക്കി നിൽക്കുന്ന രേവതിയെ ഒന്ന് ദയനീയമായി നോക്കി. പോവാതിരുന്നുകൂടെ രേവു എന്ന് അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന കേട്ടു എന്ന പോലെ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അത് കണ്ടതും ഉള്ളിലെരിയുന്ന അഗ്നിയെ മറച്ചുകൊണ്ട് അവൻ മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു നിന്നു. അപ്പോൾ ഒരു കൈ കൊണ്ട് അവൻ തനുവിനെ ചേർത്ത് പിടിച്ചിരുന്നു, വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത പോലെ. ആ നിമിഷമാണ് ദത്തൻ അവരുടെ അരികിലേക്ക് വന്ന്. അവൻ തനുവിന്റെ അരികിലേക്ക് വന്ന് നിന്നും അവൾ മുഖം കുനിച്ചു. ദത്തൻ സൂര്യനെ നോക്കിയതും അയാൾ തനുവിനെ നോക്കിക്കൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി നിന്നു. അപ്പോഴും തനു മുഖം കുനിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. പേടിക്കണ തനു, നിന്നോട് പോവരുതെന്ന് ഞാൻ പറയില്ല. അവനത് പറഞ്ഞു അവൾ മുഖമുയർത്തി അവനെ നോക്കി. അപ്പോഴേക്ക് അവൻ കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ഇരുകവളിലും കൈകൾ ചേർത്ത് നിന്നു. ഞാൻ നിന്നോട് ചെയ്ത തെറ്റുള്ള ശിക്ഷയായി ഈ വിരഹം ഞാൻ അനുഭവിച്ചോളാം. പക്ഷെ എവിടെ പോയാലും
എത്ര നാൾ കഴിഞ്ഞാലും എൻ്റെ അരികിലേക്ക് തന്നെ നീ തിരിച്ചു വരണം. നിനക്കായി ഞാനിവിടെ കാത്തിരിക്കും. അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലായി ഒന്ന് പതിയെ ചുംബിച്ചു. നിമിഷങ്ങൾ മാത്രം നീണ്ടുന്ന സ്നേഹചുംബനം. ഒരു നിമിഷം തന്നെ തരിച്ചു നിന്ന് പോയി. അപ്പോഴേക്ക് അവൻ അവളിൽ നിന്ന് അകന്നു മാറിയിരുന്നു. കാത്തിരിക്കും ഞാൻ. തന്നെ പകപ്പോടെ നോക്കി നിൽക്കുന്നവളുടെ കണ്ണിലേക്ക് നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവനടുത്തുനിന്ന് സൂര്യനെ മുറുകെ പുണർന്നു. ആ നിമിഷം അവരിരുവർക്കും പരസ്പരം താങ്ങ ആവശ്യമായിരുന്നു. അവരെയും നോക്കിക്കൊണ്ട് തനു രാജേശ്വരിയുടെയും ശ്രീദേവിയുടെയും രാജശേഖരന്റെ അരികിലേക്ക് ചെന്നു. ശ്രീദേവിയെയും രാജശേഖരനെയും നിർവികാരതയോടെ നോക്കിയ ശേഷം അവൾ രാജേശ്വരിയെ മുറുകെ പുണർന്നു. പോട്ടെ അപ്പച്ചി, പോയിട്ട് വരാന്ന് പറയുമോളെ. അതിന് നിർജ്ജീവമായൊരു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. രാജേശ്വരിയുടെ യാത്ര പറഞ്ഞ ശേഷം അവൾ ശ്രീദേവിയെയും രാജശേഖരനെയും നോക്കി. എന്തുകൊണ്ടോ അവരോടൊന്നും തന്നെ പറയാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. വെറുതെ അവരെ നോക്കി നിന്ന ശേഷം അവൾ തിരിഞ്ഞ് രേവതിയുടെ അരികിലേക്ക് നടന്നു. അത് അവരിൽ വിഷമമുണ്ടാക്കിയെങ്കിലും അവളുടെ ഈ അവഗണന തങ്ങൾ അറിയിക്കുന്നതാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അവർ ആ നിമിഷം മൗനമായി നിന്നതേയുള്ളൂ. പോവാമേ. രേവതിയുടെ അരികിലേക്ക് ചെന്നിന്നോട് തനു പറഞ്ഞു. അവൾ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി. രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിയ ശേഷം അവൾ പതിയെ ആ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങി. പടികളിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അവരിരുവരൊന്ന് തിരിഞ്ഞു നോക്കി. തങ്ങളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യനെയും ദത്തനെയും കണ്ട് അവരുടെ കണ്ണുകൾ ഈറനായി. എങ്കിലും വാശി പോലെ തുടച്ചു മാറ്റിക്കൊണ്ട് അവർ വേഗത്തിൽ മുന്നോട്ട് തന്നെ നടന്നു. അവർ പോകുന്ന നോക്കുന്ന ദത്തൻ സഹിക്കാൻ കഴിയാത്ത വേദനയോടെ സൂര്യന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി നിന്നു. അതേ നിമിഷം അവനെ ആശ്വസിപ്പിക്കാനെന്ന പോലെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്ന സൂര്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ വിരഹം ഇനി എത്ര നാൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവരിരുവരുടെയും മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഓട്ടോയിലിരിക്കുമ്പോൾ തന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞിടക്കുന്ന തനുവിന്റെ മുഖത്തെ നിർവികാരത കണ്ട് രേവതിയും ദീർഘമായി നിശ്വസിച്ചു. അവളുടെ മനസ്സിൽ മനക്കലെ പടികളിറങ്ങുമ്പോൾ വാടിയിരുന്ന തനുവിന്റെ മുഖം കടന്നു വന്നു. ഇനി തന്റെ മകൾക്ക് അവിടുന്ന് വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ലേ എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു. എങ്കിലും താനിപ്പോൾ എടുത്ത തീരുമാനം തന്നെയാണ് ശരിയെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അവളൊരു നെടുവീർപ്പോടെ തനുവിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഗേറ്റിന് മുമ്പിൽ ഓട്ടോ നിർത്തിയതും രേവതിയും തനുവും പുറത്തേക്ക് ഇറങ്ങി. പൈസ കൊടുത്ത് അകത്തേക്ക് കയറിയതും ഉമ്മറപ്പടിയിൽ തങ്ങളെയും കാത്തിരിക്കുന്ന കുഞ്ഞുവിനെ കണ്ട് അവരൊന്നും നിന്നു. ചിറ്റിത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് എത്ര നേരം ഇവിടെ കാത്തിരിക്കായിരുന്നു എന്നറിയോ? രേവതിയെ കണ്ടതും അവൾ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് നീരസത്തോടെ പറഞ്ഞു. സത്യത്തിൽ അപ്പോഴാണ് രേവതി സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിരാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ്. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് അമ്പലത്തിൽ നിന്ന് നേരെ മനക്കിലേക്ക് പോയതാണ്. ഇപ്പൊ സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ഈ നേരം വരെ താൻ കുഞ്ഞിനെ കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്തില്ലെന്ന് രേവതി കുറ്റബോധത്തോട് ഓർത്തു. അത് ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ പിന്നിൽ നിൽക്കുന്ന തനുവിനെ കുഞ്ഞു കാണുന്നത്. അവളുടെ കണ്ണുകൾ വിടർന്നു. ചേച്ചി. അവൾ ഒറ്റ കുതിപ്പിന് തനുവിന്റെ അരികിലെത്തി അവളെ മുറുകെ പുണർന്നു. ചേച്ചി, ചേച്ചി എന്താ പെട്ടെന്ന്? വരുന്നവരെന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. ഏട്ടൻ വന്നില്ലേ? അവൾ പരിഭവത്തോടെ പറഞ്ഞു. താൻ അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. ഇല്ല മോളെ, ചേച്ചി ഒറ്റക്കാ വന്ന്. ഇനി കുറച്ചു ദിവസം ചേച്ചി മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. തനു പറഞ്ഞതോടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. നേരാണ് ചേച്ചി. അപ്പൊ ചേച്ചി ഇനി കുറച്ചു ദിവസം എന്റെ കൂടെ ഉണ്ടാവും ഇവിടെ? അവൾ അതീവ സന്തോഷത്തോടെ ചോദിച്ചു. അവൾ അതേന്ന രീതിയിൽ തലയാട്ടി. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അയ്യോ മോളെ ചാടല്ലേ, സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. തനു അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേ കുഞ്ഞോളെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. തനു അവളുടെ കവളിൽ പതിയും തലോടിയ ശേഷം ഉമ്മറത്തേക്ക് കയറി. അപ്പോഴേക്കും രേവതിയും കുഞ്ഞുവിനെ നോക്കിക്കൊണ്ട് അവളുടെ പിന്നാലെ വന്ന് ഡോർ തുറന്നിരുന്നു. വാതിൽ തുറന്നു തനു വേഗം തന്നെ മുറിയിലേക്ക് പോയി. അവളുടെ പിന്നാലെ തന്നെ തനു പോയ വഴിയൊന്ന് നോക്കിയ ശേഷം കുഞ്ഞു അവളുടെ മുറിയിലേക്ക് പോയി. അവർ പോകുന്ന നോക്കുന്ന രേവതി ഒരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറി. മുറിയിലേക്ക് കയറിയ തനു വാതിൽ ലോക്ക് ചെയ്ത ശേഷം ഉടുത്തിരുന്ന സാരി വലിച്ചഴിച്ച് നിലത്തേക്ക് ഇട്ടു. ശേഷം വാഷ്റൂമിലേക്ക് കയറി ഷവർ ഓൺ ചെയ്തുകൊണ്ട് അതിന് മുന്നിലേക്ക് കയറി നിന്നു. അവളുടെ മനസ്സും ശരീരവും ആകെ കത്തിപ്പോയെന്ന പോലെ അവൾക്ക് തോന്നി. എന്തിനു വേണ്ടിയാണ് താൻ ഈ വേദന അനുഭവിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. ദത്തനെ കുറിച്ച് ഓർക്കും തോറും അവളുടെ ഉള്ളിൽ പലതരം വികാരങ്ങൾ അലയടിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം നെറുകയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദത്തൻ തന്നോട് ചെയ്ത ക്രൂരതകൾ ഓർക്കും തോറും അവനോട് ക്ഷമിക്കാനോ മാപ്പ് നൽകാനോ തനിക്ക് ഒരിക്കലും കഴിയില്ല. എന്നിട്ടും അവനെ ഓർത്ത് താൻ എന്തിനാണ് ഇങ്ങനെ കണ്ണുനീർ വാർക്കുന്നതെന്ന് അവൾ മനസ്സിൽ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഓരോന്ന് ഓർക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൾ ആ നിലത്തേക്ക് തന്നെ ചടഞ്ഞിരിഞ്ഞു. രാവിലെ മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വല്ലാത്ത തലവേദനയോടെയാണ് രേവതി റൂമിലേക്ക് കയറിയത്. ഒരു ചായ ഇട്ട് കുടിച്ചാൽ മാത്രമേ ഈ തലവേദന മാറൂ എന്ന് തോന്നിയതും അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. ചിറ്റേ. പാനിൽ വെള്ളമൊഴിച്ച് അടുപ്പിലേക്ക് വെച്ച് സ്റ്റൗ കത്തിച്ചപ്പോഴാണ് പിന്നിൽ നിന്നും കുഞ്ഞുവിന്റെ ശബ്ദം അവളെ തേടി വന്ന്. എന്താ കുഞ്ഞു? തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു. കുഞ്ഞവളുടെ അരിയിലേക്ക് നടന്നു വന്നു. ചേച്ചി എന്താ പെട്ടെന്ന് നമ്മുടെ കൂടെ നിൽക്കാമെന്ന്? അവൻ ചേട്ടൻ കൂടെ ഇല്ലാതെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തനുവിന്റെ വാടിയ മുഖം ശ്രദ്ധിച്ചിരുന്ന കുഞ്ഞു അവളുടെ കുഞ്ഞു മനസ്സിലെ സംശയങ്ങൾ രേവതിയോടായി ചോദിച്ചു.
ഏയ് അവര് തമ്മിൽ എന്ത് പ്രശ്നം? തനു കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കാനായി വന്ന വിവാഹം കഴിഞ്ഞ് പോയതിൽ പിന്നെ അവളിവിടെ വന്ന് നിന്നിട്ടില്ലല്ലോ. കുഞ്ഞുവിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് പതറിയെങ്കിലും അത് പുറമേ കാണിക്കാതെ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു. പിന്നെന്താ ചേട്ടൻ കൂടെ വരാത്ത്? സാധാരണ അങ്ങനെയല്ലേ, വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടിയുള്ള പെണ്ണിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. മനസ്സിലെ സംശയങ്ങൾ അവൾ ഓരോന്നായി ചോദിക്കാൻ തുടങ്ങിയതും രേവതി അവളോട് എന്തു പറയുന്നറിയാതെ വലഞ്ഞു. അതോ, അത് ദത്തിന് ഓഫീസിൽ എന്തൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതാവൻ കൂടെ വരാത്ത്. ആൾ കുഞ്ഞുവിന്റെ മുഖത്തേക്ക് നോക്കാതെ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞൊപ്പിച്ചു. കുഞ്ഞു അപ്പോഴും അവളെ കൂർപ്പിച്ച് നോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നീ ഇങ്ങനെ ഓരോ സംശയങ്ങളായിട്ട് നിൽക്കാതെ പോയി ഫ്രഷായി വല്ല എടുത്ത് കഴിക്കുഞ്ഞ്. ഇനി അവളിങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും രേവതി അവളെ ഫ്രഷ് ആവാനായി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അല്ല, ചേച്ചി എപ്പോഴാ ചിറ്റയോട് മിണ്ടിയത്? നിങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നില്ലേ? തിരിഞ്ഞടക്കുന്നതിനിടയിൽ അവൾ പെട്ടെന്ന് തിരിഞ്ഞു പോയിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ മിണ്ടി. ആൾക്ക് മറുപടി എന്നോണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞെന്ന് തേയിലയും പഞ്ചസാരയിട്ട് തിളച്ചു വന്ന മിശ്രിതത്തിലേക്ക് അളന്നു വെച്ച പാലൊഴിച്ചു. അവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ ശേഷം കുഞ്ഞു ഫ്രഷ് ആവാനായി തന്റെ മുറിയിലേക്ക് പോയി. അവളെ ഗൗരവത്തോടെ നോയിക്കൊണ്ട് തിരിഞ്ഞടന്ന കുഞ്ഞുവിനെ നോക്കി അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഇതേ സമയം മനക്കൽ തറവാടാകെ ദുഃഖത്താൽ തളം കെട്ടി കിടക്കുകയായിരുന്നു. എന്റെ ദേവി, നീ ഇങ്ങനെ കരയാതെ, കട്ടിൽ കിടന്ന് പൊട്ടിക്കറിയുന്ന ശ്രീദേവിയുടെ അരികിലേക്ക് വന്നോട് രാജശേഖരൻ പറഞ്ഞു. ഞാൻ കാരണല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ച്? എല്ലാത്തിനും കാരണം ഞാൻ മാത്രം. തനുമോളോട് ഞാൻ അങ്ങനെയൊന്നും പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ രേവതി ഒരിക്കലും മോളെയും കൂട്ടി ഇവിടുന്ന് പോയില്ലായിരുന്നു. എല്ലാത്തിനും കാരണം ഞാൻ ഒറ്റൊരുത്തിയ. ശ്രീദേവി കരഞ്ഞുകൊണ്ട് അയാളെ നോക്കി പറഞ്ഞു. നീ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. എത്രയും പെട്ടെന്ന് തനുമോളെ രേവതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള വഴി നോക്കണം. അതിനവരിനി ഇങ്ങോട്ട് വരൂ രാജേട്ട? അയാൾ പറഞ്ഞു കേട്ട് അവർ ആകാംക്ഷയോടെ ചോദിച്ചു. സാധ്യത കുറവാ. അത്രയ്ക്ക് ദ്രോവല്ലേ നമ്മുടെ കുടുംബം അവരോട് ചെയ്തത്. നമ്മുടെ അച്ഛന്മാർ രേവതിയോട് ചെയ്ത പോരായിട്ട് ഇപ്പൊ നമ്മുടെ മോനും ആ പെൺകുട്ടിയോട് ചെയ്ത മഹാഭാവായി പോയില്ലേ? ഏതൊരു പെൺകുട്ടിക്കാ അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നത്? ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും അതൊക്കെ മരണം വരെ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. രാജശേഖരൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. പക്ഷേ രാജേട്ട, ഇടയ്ക്കെപ്പോഴും ഞാൻ തനുവിന്റെ കണ്ണുകളിൽ ദത്തിനോടുള്ള പ്രണയം കണ്ടിരുന്നു. സത്യത്തിൽ അതിനുശേഷം ഞാൻ ആ കുട്ടിയെ വാക്കുകൾ കൊണ്ട് അത്രത്തോളം മുറിവേൽപ്പിക്കാൻ തുടങ്ങിയത്. അവൾ കൂടി അവന് തിരികെ പ്രണയിച്ചാൽ പിന്നെ അവരൊരിക്കലും പിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു. ആർ കുറ്റബോധത്തോടെ പറഞ്ഞു. അയാൾ ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ടു. ഇനിയിപ്പോൾ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൽക്കാലം കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അവിടേക്ക് പോയി രേവതിയോടൊന്ന് സംസാരിക്കാം. അയാൾ ഒരു പ്രതീക്ഷ പോലെ പറഞ്ഞുകൊണ്ട് അഡ്രസ്സിലേക്ക് ചാരിയിരിക്കുമ്പോൾ ശ്രീദേവിയിലും അതേ പ്രതീക്ഷ മുളവൊട്ടിയിരുന്നു. തനു മോളെ, വാതിലുറക്ക്. ഡോറിൽ രേവതി ശക്തിയായി തട്ടി വിളിച്ചപ്പോഴാണ് കണ്ണുകളടച്ച് വാഷ്റൂമിന്റെ ചുമലിൽ ചാരിയിരുന്ന തനു ഞെട്ടിലോടെ കണ്ണുകൾ തുറന്ന് നോക്കിയത്. ഒരു നിമിഷം ആൾക്ക് ചുറ്റിനുള്ളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. എല്ലാം ഒരു കറുത്ത മറ പോലെ. പതിയെ ഓരോന്നായി തെളിഞ്ഞു വന്നു. താനിപ്പോഴും വാഷ്റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് അവൾക്ക് മനസ്സിലായി. ഷവറിൽ നിന്ന് ഇപ്പോഴും വെള്ളം വീണുകൊണ്ടിരുന്നു. ആൾ പതിയെ എഴുന്നേറ്റ് ഷവർ ഓഫ് ചെയ്തു. മോളെ തനു. പുറത്തുനിന്ന് രേവതിയുടെ ശബ്ദം കേട്ടതും അവൾ മുഖമൊന്ന് അമർത്തി തുടച്ചു. അമ്മ ദാ വരുന്നു. അവൾ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേഗം വസ്ത്രങ്ങൾ മാറി പുറത്തേക്ക് ഇറങ്ങി. റൂമിന്റെ ഡോറിൽ ലോക്ക് ചെയ്തിരുന്നുകൊണ്ട് രേവതി മുറിക്ക് പുറത്തുനിന്നായിരുന്നു അവളെ വിളിച്ചത്. ആൾ വേഗം വന്ന് വാതിൽ തുറന്നു. മുന്നിൽ പരിഭ്രമത്തോടെ നിൽക്കുന്ന രേവതിയെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, ഞാൻ ഓക്കെയാണ്. ആൾ പറഞ്ഞു. രേവതി അവളെ മുറുകെ പുണർന്നു. അമ്മയുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇനി എപ്പോഴും ഈ അമ്മയുണ്ടാവും. ആളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ രേവതി പതിയെ പറഞ്ഞു. തനി ഒന്നും മിണ്ടാതെ ആ അമ്മ ചൂടിൽ ഒതുങ്ങി നിന്നു. വാ, അമ്മ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് മോള് പോയി റെസ്റ്റ് എടുത്തോ. അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവളെ തന്നിൽ നിന്ന് നടത്തി മാറ്റിക്കൊണ്ട് രേവതി പറഞ്ഞു. അതിന് മറുപടി എന്നോണം തനു ഒന്ന് തലയാട്ടി. ശേഷം സന്തോഷത്തോടെ ആളുടെ കൂടെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അപ്പോഴേക്കും കുഞ്ഞോട് സ്ഥാനം പിടിച്ചിരുന്നു. മോളിവിടെ ഇരിക്കും, അപ്പോഴേക്കും അമ്മ ചായ എടുത്തിട്ട് വരാം. രേവതി തനുവിനെ ഒരു സീറ്റിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞു ഞെട്ടിലോടെ അവരെ നോക്കി. അമ്മയോ? അവൾ സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് രേവതിയും തനുവും പരസ്പരം നോക്കി. ചേച്ചി ചിറ്റി ഇതുവരെ ചിറ്റിയെന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ എന്താ പുതിയൊരു വിളി? അവളുടെ അടുത്ത സംശയത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അതിനിപ്പോ എന്താ? അവളെന്നെ അമ്മയെന്ന് വിളിച്ച് എന്തെങ്കിലും സംഭവിക്കോ? ഇനി അതിങ്ങനെ വിട്ടാൽ അവൾ തങ്ങളോട് നിർത്താതെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലായതും രേവതി അവളെ നോക്കി അവിടെ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വേറെ കുഴപ്പമൊന്നും സംഭവിക്കില്ല. എന്നാലും ഇത്രയും നാൾ ചിറ്റിയെന്ന് വിളിച്ചിട്ട് പെട്ടെന്നൊരു അമ്മയെന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അവൾ പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിലിരുന്ന ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ സ്നേഹത്തോടെ തനുവിനെ പരിപാലിക്കുന്ന രേവതിയുടെ മുഖത്ത് തന്നെയായിരുന്നു. എന്തൊക്കെയോ ചീഞ്ഞാർന്ന പോലെ. കണ്ടുപിടിക്കാം. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി. രാത്രിയിൽ മനക്കൽ തറവാടിന്റെ മുറ്റത്ത് ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി. ശേഷം ഓടിപ്പോയി ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് ദത്തിനെ പുറത്തേക്ക് ഇറക്കി. എന്നെ ആരും പിടിക്കണ്ട, എനിക്ക് നടക്കാനറിയാം
ഇടർച്ചയോടെ അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു. അവന് നാവ് കുഴയുന്നുണ്ടായിരുന്നു, കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന്. ദത്ത നിക്ക്, ഞാൻ പിടിക്കാം. ആടി ആടി വീഴാൻ പോകുന്നതിനെ നോക്കി വിഷ്ണു പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. നോ, എന്നെ ആരും പിടിക്കണ്ട, ഐ ആം സ്ട്രോങ്. പറഞ്ഞു കഴിഞ്ഞ മുന്നേ അവൻ വീഴാനായി മുന്നോട്ടേക്ക് ആഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സൂര്യന്റെ കൈകൾ അവനെ താങ്ങിയിരുന്നു. കൈ കഴുകട, എന്നെ പിടിക്കേണ്ടെന്നല്ലേ പറഞ്ഞ്? അയ്യോ, ഏതായാലും അമ്മാവനോ? ജോറി അമ്മാവ, ആള് മാറിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.